ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നോക്കിക്കേ, ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ ഇടക്കാട്ടോ. അതായത് നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞിട്ടില്ല, അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അവിടെ നിന്ന് വരുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം കാണാൻ പറ്റും. ഇപ്പം കറക്റ്റ് ഇതാ നോക്കിക്കേ, തേയിലത്തോട്ടം ഇങ്ങനെ വിടർന്ന് കിടക്കുക കേട്ടോ. അതും വെസ്റ്റ് ബംഗാളിൽ വലിയ ഹൈറ്റിലൊന്നല്ല. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറുതെ കുറേ കണ്ടു. അപ്പോൾ എനിക്കിങ്ങനെ എടുക്കണം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് എടുത്താൽ കേട്ടോ ഞാൻ. ഇത് നോക്കിക്കേ, ഫുള്ള് തേയിലത്തോട്ടം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അങ്ങ് മുതൽ ഇങ്ങ് വരെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ തേയിലത്തോട്ടം. ഭയങ്കര കാണാൻ തന്നെ നല്ല രസമുണ്ട്. നോക്കിക്കേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ സംഭവം എന്നൊക്കെ. ഫുള്ളിങ്ങനെ കിടക്കുന്നുണ്ട് തേയിലത്തോട്ടം. പക്ഷേ മറ്റേ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇച്ചിരി ഇതൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇന്നലെ കണ്ട കുറച്ച് ചെറുതായിരുന്നു, പക്ഷേ ഇവിടെ ഇതിനെക്കാട്ടിയും വലുതായിട്ടാണ് തേയിലുള്ളത്. നോക്കി അങ്ങ് മുതൽ ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് വരുന്നേക്ക് 2-3 തേയില ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇത് പറിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഉണക്കിയെടുത്തിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ കയറിയില്ല, കാരണം മൂന്നാർ ഞാൻ ഓൾറെഡി തേയില ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. പിന്നെ ഇവിടുത്തെ ഒരു തോട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശോക്തി തോന്നി, അങ്ങനെ ഞാൻ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഞങ്ങളിപ്പോൾ എല്ലാം സെറ്റായി. ഇതാ ഈ സ്ഥാപനത്തോട് ഞങ്ങൾ വിട പറയാൻ പോവുകയാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ അടുക്ക് തന്നെ വേറെ 2 സാധനങ്ങളുണ്ട്. ഒന്ന് നമ്മളെ തുമ്പപ്പൂ, നാട്ടിൽ അന്യോന്യമായി നിൽക്കുന്ന ഒരു സാധനമാണ് തുമ്പപ്പൂ. അപ്പോൾ ഇത് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. തുമ്പപ്പൂ കണ്ടു. അതുപോലെ ഇതെന്തിൻ്റെ ആയിരുന്നു? ഗ്രാമ്പ്. അതുപോലെ തന്നെ കറാമ്പട്ട. ഇതിൻ്റെ തോല് വെച്ചിട്ടല്ലേ ഇതുണ്ടാക്കുക? ഇതിൻ്റെ തോലാട്ടോ. ആ, മൂക്കണം. ഇനിയും മൂക്കാനുണ്ട്. ഇതിൻ്റെ തോലിങ്ങനെ ചെത്തി ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെത്തി എടുക്കുക. കറാമ്പട്ടേൻ്റെ ഇതാണിത്. അതുപോലെ തന്നെ വേറൊരു സാധനം കൂടിയുണ്ട്. നോക്കിക്കേ, ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിൻ്റെ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണിത് എന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്താ സംഭവം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ഏജ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതെന്താണെന്ന് പറയുന്നില്ല. നോക്കിക്കേ, പൂവൊക്കെ ഇങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ മണാലി, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നുള്ള വീഡിയോൻ്റെ അത് ഞാൻ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സാധനം. ഇതിങ്ങനെ വയലിങ്ങനെ കുറേ ഇങ്ങനെ നടന്നുണ്ട്. ഞാനിത് വീഡിയോ എടുക്കുക, ശരിക്കും തേയിലത്തോട്ടം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ കൂട്ടത്തോടെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോൻ്റെ അത് എന്തായാലും എടുക്കുകയല്ല, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നാട്ടിലാണെങ്കിൽ ഇതൊക്കെ ഇപ്പം പോലീസ് പിടിച്ചിട്ട് ഈ സ്ഥലത്തിൻ്റെ ആളെയും ഉടമസ്ഥനെയും എല്ലാം ജയിലിലേക്ക് വിട്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ നോർമലായിട്ട് ഉണ്ടാകുന്ന സാധനമായിരിക്കും തോന്നുന്നു, കാരണം വരുന്ന വഴിക്ക് അത്ര വലിയൊന്നും കണ്ടിട്ടില്ല. തേയിലത്തോട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആടെ കാട് പോലെ കിടക്കുന്നു. ഇവിടെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇതാ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ട് ഒരു പുള്ളി പണിക്ക് പോകുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. അതാടൊക്കെ ഇതാ കാട് പോലെ ഇങ്ങനെ പടർന്ന് പിടിച്ച് കിടക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്തായാലും ഈ തേയിലത്തോട്ടം എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെയും കൂടിയും പോർഷൻസ് ഒന്ന് ആഡ് ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പോൾ ആരും കാണാനില്ല വീഡിയോ, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇത് റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന ചെടികളാട്ടോ മൊത്തം. ആരും നോക്കാനും പറയാനില്ല. അത് കാടാണ്, ഇവിടുത്തെ കാടാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വലുതായിട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു സംഭവമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നല്ല ബൈക്കും കൊണ്ട് സഞ്ചരിച്ച് പോവാം. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച കേട്ടോ, 2 ഭാഗത്ത് ഫുള്ളിങ്ങനെ തേയിലത്തോട്ടം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ മൂന്നാറൊക്കെ കാണുന്നില്ലേ, റോഡ് സൈഡിൽ ഇങ്ങനെ റോഡിൽ കൂടി പോകുന്ന 2 ഭാഗത്തും ഇങ്ങനെ തേയില കിടക്കുന്നത്, അതുപോലെ 2 ഭാഗത്തും ഇങ്ങനെ തേയില കിടക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ തന്നെ ആൾക്കാർ വന്നിട്ട് തേയിലയുടെ ഇലകൾ കട്ട് ചെയ്യുന്ന കാഴ്ചയും കാണാൻ പറ്റി. നല്ല ഭംഗിയുള്ള കാഴ്ചയാട്ടോ ഇത്. അതായത് നമ്മളെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആസാമിലേക്ക് പോകുന്ന വഴിക്കാട്ടോ ഇത് മൊത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടൊരു ചെടിയാട്ടോ ഇത്. നോക്കിക്കേ, കാണാൻ നല്ല രസമാണ്. ഇത് പല കളറും ഉണ്ട് കേട്ടോ. വെള്ളമുണ്ട്, അതുപോലെ തന്നെ നല്ല ഡാർക്കായിട്ടുള്ള കളറുണ്ട്, അതുപോലെ ലൈറ്റായിട്ടുള്ള റോസ് ഉണ്ട്.
അങ്ങനെ പല കളറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് അവിടെയൊക്കെ ഉണ്ട്, കുറേ സ്ഥലത്തുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നവരെ ഇഷ്ടം പോലെ കണ്ട്. ഈ വൈകുന്നേരത്തിൽ ഓട പോലത്തെ ഭാഗത്ത് അങ്ങ് മുതൽ ഇങ്ങ് വരെ ഈ ഒരു ചെടിയാട്ടോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, നല്ല രസമില്ലേ കാണാൻ. ഞങ്ങളിത് കണ്ടതുകൊണ്ടാണ് നിർത്തിയത്, സൈഡാക്കിയത്, റോഡ് സൈഡിൽ നിർത്തിയത്. നമ്മൾ വണ്ടി ഇത് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. ഇതൊക്കെ ഇവിടെ വലിയൊരു ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഓഫ് റോഡ് കാര്യങ്ങളാണ് ഇപ്പം അങ്ങനെ പാസ് ചെയ്ത് വിടുക. ഇവിടെ വലിയൊരു ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അത്ര റെയിൽവേറ്റ് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഈ കാണുന്നത് മുഴുവൻ ഉരുളക്കിഴങ്ങ് ചാക്കി കയറ്റിയിട്ട് വെച്ചിരിക്കുക കേട്ടോ. അതായത് എങ്ങോട്ടേക്കോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ ഉരുളക്കിഴങ്ങ് മൊത്തം കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ തേയിലത്തോട്ടത്തിന് ഒരു അന്ത്യമില്ല ഗൈസ്, അതുപോലെ കിടക്കുകയാണ്. ഞാൻ പിന്നെയും കാണിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി, അപ്പോൾ എടുത്താൽ കേട്ടോ. ഫുള്ളിങ്ങനെ അടിയൊടുക്കി പോലെ ഫുള്ള് തേയില ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചൂടുണ്ട്, പക്ഷെ എന്നാലും നല്ല രസമുണ്ട് ആ ഒരു വ്യൂ കാണാൻ. അങ്ങ് മുതൽ ഇങ്ങനെ വരെ തേയില ഇങ്ങനെ വ്യാപിച്ചെടുക്കുന്നത്. നമ്മളങ്ങനെ ഇതാ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മളെ ബോർഡറിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇത്. ഇതായിട്ട് ചെക്ക് പോസ്റ്റ് ആയിട്ട് വരുന്നത് വെസ്റ്റ് ബംഗാളിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ നേരെ ആസാമിൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് കാണും. ഇവിടെ ഇതാ വയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സന്ധ്യ സമയമാണ്, സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചൊക്കെ കഴിഞ്ഞ് ശരിക്കും സമയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. 5:11 ആയിട്ടേ ഉള്ളൂ. 5:11 തന്നെ ഇവിടെ സൂര്യനൊക്കെ പോയി. അങ്ങനെ നമ്മളിതാ വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞിട്ട് ആസാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ആസാമിന്റെ കവാടാട്ടോ കാണുന്നത്. രണ്ട് ഭാഗത്തും ഒരു 2 പില്ലർ പോലെ വെച്ചിട്ടുണ്ട്. അവരെന്തൊക്കെയോ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 2 ഭാഗത്തുമുണ്ട്. അപ്പോൾ നമ്മളിതാ ആസാമിലേക്ക് കയറി, നമ്മുടെ അടുത്ത സ്റ്റേറ്റായ ആസാമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഒരു ജങ്കാറ് വഴി മേഘാലയക്ക് പോകാനുള്ള പരിപാടിയാണ്. അതായത് വേറൊരു ടൈപ്പ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ പോകുന്നത്. 3-4 മണിക്കൂർ ജങ്കാറിൽ ഇരുന്നിട്ട്. ഇത് ചെക്ക് പോസ്റ്റ് ആട്ടോ. ഇത് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിരിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ നമ്മൾ ആസാമിലെ കാഴ്ചകൾ ഇനി കുറച്ചുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നേരെ മേഘാലയ. ആസാമിലെ ഫസ്റ്റ് ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെ അത്യാവശ്യം ഓട്ടോ, മറ്റേ ചെറിയ ഓട്ടോസ് ആട്ടോ ഇവിടെ ഉള്ളത് മൊത്തം. നമ്മൾ ആദ്യം കണ്ട സൈഡിൽ തന്നെ എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ. അതുപോലെ തന്നെ ഇവിടെ ഈ ടൗണിൽ അധികം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കാല് പോലത്തെ ഒരു സെറ്റപ്പാട്ടോ ഇവിടെ. അധികം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ട്രക്ക് കാര്യങ്ങൾ കുറേ ഉണ്ട്. കാരണം ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റേറ്റ് ബോർഡറാണ്. സ്റ്റേറ്റ് ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ ആസാമിൻ്റെ ചെക്കിങ് ഉണ്ട്. ഈ ഭാഗത്താണ് ആസാമിൻ്റെ ചെക്കിങ് വരുന്നത്, ആസാം പോലീസിൻ്റെ. ഇവിടെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാരലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആസാമിൽ പെട്രോൾ അടിക്കാൻ വന്ന കേട്ടോ. പൈസ കണ്ട് ഞെട്ടി. നോക്കിക്കേ, കാണിച്ചു തരാം. നോക്കിക്കേ, 98 രൂപ 36 പൈസ ആസാമിത്തെ റേറ്റ് ആട്ടോ. 98 രൂപയുള്ളൂ ആകെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കാം. ഫുൾ ടാങ്ക് ആ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് നോക്കി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ല അടിപൊളി മഴ കിട്ടി കേട്ടോ. അപ്പോൾ മഴേൻ്റെ വീഡിയോ ഒന്നും എടുത്ത് കാണിച്ചാൽ പറ്റില്ല, രാത്രിയായി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ തന്നെ മഴയൊക്കെ വന്ന് പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്നിട്ട് നമ്മളെ താർപ്പായൊക്കെ എടുത്തിട്ട് മോളൊക്കെ ഇട്ടിട്ട് പ്രൊട്ടക്ട് ചെയ്ത കേട്ടോ. ഇല്ലെങ്കിൽ മഴയൊക്കെ ആയിട്ട് ഫുള്ള് നനഞ്ഞേനെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആസാമിലെ ദുബ്രി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്നാണ് ഇനി പോകുന്നത്, നമ്മൾ മേഘാലയക്കുള്ള ഒരു എൻട്രി ആയിട്ട് പോകാൻ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ദുബ്രിയിൽ നിന്ന് നേരെ നമ്മൾ ഫെറി വഴി, അതായത് ജങ്കാർ കയറിയിട്ട് അവിടുന്ന് നേരെ ക്രോസ് ചെയ്തിട്ട് നേരെ മേഘാലയക്ക് എത്തും. അപ്പം നമ്മൾ 100 കിലോമീറ്റർ ലാഭിക്കും. നമ്മൾ സൗത്ത് കാരു ഹിൽസ് എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ എത്തിയിട്ട് എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ സിലിഗുരിയൊക്കെ ഇന്നലെ കഴിഞ്ഞു. അതായത് നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെ ഗേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ പറ്റും. അത് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെസ്റ്റ് ബംഗാളല്ല നോർത്ത് ഈസ്റ്റ് ആ ഏരിയ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സിലിഗുരി എന്ന് പറഞ്ഞ ഏരിയ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറം വേറൊരു രാജ്യം പോലും
കാരണം ആ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ നമ്മളെ ഇന്ത്യയുടെ ബാക്കി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ യാത്ര തുടരാം. ഇന്നത്തെ ജങ്കാറും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ നേരെ സൗത്ത് ഗാരോ ഹിൽസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പം ദുബ്രിയിൽ ഒരു ഗുരുദ്വാരയിലാട്ടോ നിൽക്കുന്നത്. ഞങ്ങൾ ഗൂഗിളിലിട്ട് നോക്കിയപ്പോൾ ഒരു ഗുരുദ്വാര കണ്ടു. അപ്പോൾ സാധാരണ നമ്മൾ പഞ്ചാബിലും അതുപോലെ തന്നെ ശ്രീനഗറിലൊക്കെ പണ്ട് പോയപ്പോൾ ഗുരുദ്വാരയിലായിരുന്നു നിന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവർ നല്ല സൗകര്യങ്ങൾ ഏർപ്പാടൊക്കെ തന്നു. 200 രൂപ ആദ്യം പറഞ്ഞായിരുന്നു. പിന്നെ പൈസയൊന്നും ഇല്ലാണ്ട് വാങ്ങിച്ച് നോക്കിയേ ഞങ്ങൾ നിന്ന ബെഡുകളൊക്കെ ആട്ടോ ഇത്. അതുപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാൻ പുറത്തിറങ്ങും നേരം ഞാൻ ഈ ഗുരുദ്വാരയൊക്കെ ഒന്ന് കാണിച്ചു തരാം.